എല്ലാവർക്കും നമസ്കാരം. ഇത് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ടെമ്പിളാണ് കേട്ടോ. സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ മാതിരിയല്ല. ഇവിടെ ഒരു വലിയ ശിവലിംഗം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ഹനുമാൻ്റെ ഒരു രൂപവും അതിൻ്റെ മുകളിലായിട്ടുണ്ട്. ഹനുമാൻ ഇങ്ങനെ മന്ധരപർവ്വതം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറക്കുന്ന രീതിയിലുള്ള ഒരു ശില്പവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഏറ്റവും വലിയ ഒരു ശിവലിംഗം ഉള്ള ടെമ്പിളാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യുകയുണ്ടായി. തിരുവനന്തപുരം പോയിരുന്നു, ഒരു ട്രിപ്പായിട്ട് പോയിരുന്നു. ആ സമയത്ത് നമ്മൾ ഈ ടെമ്പിളൊന്ന് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു ടെമ്പിൾ സിറ്റി തന്നെയാണ്. ഒരുപാട് ഇത്തരത്തിലുള്ള ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ കാളയുടെ രൂപമുണ്ട്. അതുപോലെ തന്നെ 2 ആനകളുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. 2 ആനകൾ കണ്ടില്ലേ? ശ്രീകോവിലിൻ്റെ മുമ്പിൽ തന്നെയാണ് ഈ 2 ആനകളുള്ളത്. വളരെ ഭംഗിയുള്ള, എന്താ പറയുക, ശില്പചാതുര്യമുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുത്തെ ഈ ശിവലിംഗം തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മഹേശ്വരം ശിവപാർവതി ടെമ്പിൾ എന്നുള്ളതാണ്. ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ടെമ്പിൾ. അപ്പോൾ അത് ദൂരെ നിന്ന് കാണുന്നുണ്ട്, കണ്ടില്ലേ? ഇതാണ് ഒരു വലിയ ശിവലിംഗമാണ്. ഏറ്റവും വലിയ ശിവലിംഗം ആണെന്നാണ് പറയപ്പെടുന്നത്, കേരളത്തിലെ തന്നെ. അപ്പോൾ ഈ ശിവലിംഗവും തൊട്ടടുത്ത് മറ്റൊരു ടവർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, എനർജി ചക്രാസിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഗതികളൊക്കെ. അപ്പോൾ ഓരോ ലെവൽസും ഓരോ എനർജി ചക്രാസിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ടിക്കറ്റ് റേറ്റ് ഉണ്ട്. 150 200 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ടിക്കറ്റ് റേറ്റ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഓരോ സമയത്തും ടിക്കറ്റ് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വളരെ നല്ല ഒരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതിനകത്തൊരു ഗൈഡ് ഉണ്ട്. അപ്പോൾ മലയാളികൾക്ക് വേറെ ഗൈഡ്, തമിഴ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേറെ. അപ്പോൾ ഓരോ ലാംഗ്വേജിനും സെപ്പറേറ്റ് ഗൈഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഇതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഗൈഡ്സാണ് പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഞങ്ങളതിന് മുമ്പിൽ നിന്നിട്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുത്തത്. അതിനുശേഷം നമ്മൾ ആ ഒരു എന്താ പറയുക, ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പോയി. അപ്പോൾ അതിന് മുമ്പിൽ തന്നെ ഒരു തുടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തുടിയും അതുപോലെ ത്രിശൂലവും 2 ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ ചുറ്റുപാടുമൊക്കെ നന്നായിട്ട് ഗാർഡനൊക്കെ ചെയ്തിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ശിവലിംഗം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റി പോകണം. ഇവിടെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം ലഘുഭക്ഷണങ്ങളൊക്കെ കിട്ടും. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ പ്രസാദമുണ്ട്. പ്രസാദ കൗണ്ടറിൽ നിന്ന് നമുക്ക് അപ്പമാണ് ഇവിടുത്തെ ഒരു പ്രധാന എന്താ പറയുക പ്രസാദം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അപ്പമൊക്കെ വാങ്ങി അങ്ങനെ താഴോട്ട് ഇറങ്ങാണ്. അപ്പോൾ ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗേറ്റ് കടന്ന് അപ്പുറം പോകണമെങ്കിൽ ഗൈഡ് ഉണ്ടാവും. ഗൈഡാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് രാത്രിയായിട്ടോ. ഇതാണ് നൈറ്റ് വ്യൂ ഇവിടുത്തെ. നല്ല ഭംഗിയാണ് കാണാൻ. പുറത്തിറങ്ങുമ്പോൾ വളരെ ഭംഗിയാണ്. 8 മണി വരെയാണ് ഇവിടുത്തെ ഒരു സമയം കേട്ടോ. 8 മണി വരെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കാണേണ്ട ഒരു അമ്പലം തന്നെയാണ് കേട്ടോ. തിരുവനന്തപുരം വരികയാണെങ്കിൽ നിങ്ങളൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസാണിത്. കാരണം ആ എനർജി ചക്രാസിൽ ഓരോന്നിലും ഉള്ള ദേവതാ സങ്കല്പങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്കവർ വിശദീകരിച്ച് തരുന്നുണ്ട്. ഓരോ നിലകളും ഓരോ എനർജി ചക്രാസിനെ സൂചിപ്പിക്കുന്നതാണ്.
അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വർഗ്ഗലോകത്തിലെത്തുന്നു. പിന്നെ ദേവലോകം, വിഷ്ണുലോകം, അങ്ങനെ കുറേ സംഗതികളുണ്ട് അവിടെ. അതിനുശേഷം താഴേക്ക് നമ്മൾ ഈ ഹനുമാൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് താഴേക്ക് നമ്മൾ ഇറങ്ങി വരുന്നത്. എന്താ പറയുക, അഷ്ടലക്ഷ്മികളെ തൊഴുത് അതിനുശേഷം നമുക്ക് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ദേവതാ സങ്കല്പങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ വളരെ ഭംഗിയാണ് കാണാൻ. നമ്മുടെ ആ ഒരു എന്താ പറയുക, ഓരോ എനർജി ചക്രാസിലും ഓരോരോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ശരീരത്തിനുണ്ടാവുന്നത് എന്നുള്ളതൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ, ഗൈഡ്. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രം. ഇതിൻ്റെ നൈറ്റ് വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വ്യൂ ആണ് കേട്ടോ. അവിടെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്. ഫൗണ്ടനൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ ഈ ഫൗണ്ടനൊക്കെ ഓണായിരിക്കും. നല്ല രസമാണ് കാണാൻ. ഞങ്ങളതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ ഒരുപാട് എടുത്തു. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതാണ് നൈറ്റ് വ്യൂ. നല്ല ഇല്ലൂമിനേറ്റഡ് ആയിട്ടുള്ള വ്യൂ ആണ്. നിറയെ ലൈറ്റുകളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വ്യൂ ആണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെമ്പിൾസ് നമ്മുടെ ഈ ഭാഗത്തൊന്നും ഇത്തരത്തിലുള്ള ടെമ്പിൾസ് ഇല്ല. തിരുവനന്തപുരത്താണ് ഇത്രയും അധികം ടെമ്പിൾസ്, ഈ ചില പ്രത്യേകതകളുള്ള ടെമ്പിൾസ്. അപ്പോൾ രാത്രി നമുക്ക് ഒരു ഇല്ലൂമിനേറ്റഡ് വ്യൂ ഉണ്ട് കേട്ടോ, ഹനുമാൻ്റെയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വിസിറ്റ് ചെയ്ത് ഞങ്ങൾ പോകാൻ നോക്കുകയാണ്. കുറേ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, ഒരുപാട് ഫോട്ടോസ് എടുത്തതുണ്ട്. അത് ഞാൻ അവസാനം കൊടുക്കാം. അപ്പോൾ കണ്ടു നോക്കൂ ഫോട്ടോസൊക്കെ.